പോയിന്റിലെ പ്രിയപ്പെട്ടവർ, വളരെയധികം സന്തോഷമുണ്ട് ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നതിലും നിങ്ങളെല്ലാം കാണാനും പരിചയപ്പെടാൻ ഈ അവസരം ഉണ്ടായത്. ആദ്യമായിട്ടാണ് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബയോഗം നടത്താനുള്ള ശ്രമം ഉണ്ടായി. കുടുംബയോഗം നടന്നു, പക്ഷെ അപ്പോഴൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. എന്താണ് കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടായി. സംശയങ്ങളും തർക്കങ്ങളുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മരുമക്കത്തായക്കാരാണ്. അപ്പോൾ അമ്മ വഴിക്കാണ് കുടുംബം ഏതാന്ന് പറഞ്ഞാൽ അമ്മയുടെ കുടുംബം ഏതോ അതാണ് നമ്മുടെ കുടുംബം. അച്ഛനല്ല. അച്ഛന് ഇംഗ്ലീഷ് പറയാറുണ്ടല്ലോ, ഒരു മദർ ഈസ് എ സർട്ടൻറ്റി, മെറ്റേണിറ്റി ഈസ് എ സർട്ടൻറ്റി, മറ്റേത് ഡൗട്ട്ഫുള്ളാണ് എന്നാണ് എതിർ സ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ വരാൻ കാരണം പഴയ കുടുംബങ്ങളിലൊക്കെ, ഈ നായർ കുടുംബങ്ങളിലൊക്കെ നമ്പൂതിരിമാരായിരുന്നു സംബന്ധം. കല്യാണം കഴിക്കുകയല്ല, കല്യാണം നമ്പൂതിരിമാരുടെ ഇടയിൽ പതിവ് നമ്പൂതിരിമാരിലെ സഹോദരങ്ങളിൽ ഏറ്റവും മൂത്ത പുരുഷൻ കല്യാണം കഴിക്കും, മറ്റേ അനിയന്മാരൊന്നും കല്യാണം കഴിക്കത്തില്ല. അവരെ നായന്മാരുടെ ഇടയിൽ വന്നിട്ട് സംബന്ധം എന്നതിൻ്റെ പേര് തന്നെ, ഒരു ചെറിയൊരു ബന്ധം അത്രേ ഉള്ളൂ. കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. ഈ കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഈ അച്ഛനുമായിട്ട് യാതൊരു ബന്ധമില്ല. അച്ഛൻ്റെ വീട്ടിൽ പോയി താമസിക്കാനുള്ള സൗകര്യമില്ല, അതിനുള്ള അനുവാദമില്ല. അച്ഛൻ്റെ വസ്തുവകകളൊന്നും കിട്ടത്തില്ല. അങ്ങനെ ആകെ വിട്ടുഗുണം എന്നാണ് പറയുന്നത്. കാരണം നമ്പൂതിരി നല്ല, ഇവരെല്ലാം വളരെ പഠിച്ചവരും ജ്ഞാനികളാണെന്നാണ് ഇപ്പോൾ. ആ കാലഘട്ടത്തിൽ ഇൻ്റലക്ച്വൽസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്പൂതിരിമാർ. അപ്പോൾ ആ ഇൻ്റലക്ച്വലിൻ്റെ പിന്നെ എന്താ പറയുക ജീൻ തുടർച്ചയായിട്ട് കിട്ടും എന്നുള്ളതായിരുന്നു നമുക്ക് ഗുണം. അപ്പോൾ നമ്പൂതിരികളെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് അമ്മാവന്മാരെ അതിനവരെ സംബന്ധം ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ഉറച്ചു പറയാവുന്നത് അമ്മയെ പറ്റി ആയതുകൊണ്ട് അമ്മയാണ് കുടുംബം നോക്കുന്നത്. അമ്മയുടെ സഹോദരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ കാരണവർ. അപ്പോൾ കുടുംബ യോഗം നടത്തിയപ്പോൾ ഈ അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കൾ കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ അവർക്ക് ശരിക്കും യോഗ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ശരിക്കും കുടുംബം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന മക്കൾ അവർ കുടുംബക്കാരാവും. പുരുഷന്മാരുടെ മക്കളൊന്നും ആവുകയില്ല. കാരണം പുരുഷന്മാർ പുറത്തായിരിക്കും കല്യാണം കഴിച്ചിട്ടുള്ളത്. വീട്ടിനുള്ളിൽ തന്നെ പരസ്പരം കസിൻസിനെ കല്യാണം കഴിച്ചാൽ ശരിക്കും വീട്ടുകാരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആവില്ല. അത് കാരണം ആകെ ഒരു കുടുംബയോഗം നടന്നുള്ളൂ. എനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരു കുടുംബയോഗം, അതിന് ചില തർക്കങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ കേട്ടതുകൊണ്ട് അത് പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനിടയിൽ പെടേണ്ടെന്ന് കരുതി. അപ്പോൾ ഒരു യോഗം നടന്ന് അതോടുകൂടി കുടുംബയോഗത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ 100 പരം കൊല്ലങ്ങളായിട്ട് കുടുംബയോഗം നടത്തുമെന്ന് പറഞ്ഞു വളരെ വളരെ സന്തോഷം തോന്നി. നിങ്ങളെപ്പറ്റി എല്ലാം വലിയ മതിപ്പും ഉണ്ടായി. കാരണം എനിക്ക് കുട്ടിക്കാലം വരെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതിന് കാരണങ്ങളും നമുക്കറിയാം. വളരെ അധ്വാനശീലരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടവക അച്ഛനിൽ നിന്ന് തുടങ്ങുന്നതാണ്. അച്ഛന് ഈ ഇടവകയിലുള്ള എല്ലാ ക്രിസ്ത്യാനിയെയും അല്ല, തുടർച്ചയായിട്ട് 2 ദിവസം പള്ളി വന്നില്ലെങ്കിൽ അയാളെപ്പറ്റി അന്വേഷിക്കും, എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കും. പള്ളിയിൽ നിന്ന് മാറിപ്പോയാളാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. പിന്നെ അയാൾക്ക് ഈ സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും തുടരാൻ സാധിക്കില്ല. അതേസമയം ഈ ഹിന്ദുക്കൾ മരണം കഴിഞ്ഞിട്ടുള്ള മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് പലപ്പോഴും നമ്മൾ പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ജീവിക്കുന്ന കാലത്ത് നേരെ ജീവിക്കണ്ടേ, അത് കഴിഞ്ഞുള്ള കാര്യം പോട്ടെ. ഈ ജീവിക്കുന്ന കാലത്തെ പറ്റി വളരെ കൃത്യമായിട്ട് അതിന് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിലെ ഏറ്റവും സമൃദ്ധമായ കമ്മ്യൂണിറ്റിയായി മാറിയത്. വളരെ സിമ്പിളാണ്. ഏത് ജോലിയും ചെയ്യാൻ യാതൊരു വൈഷമ്യവുമില്ല, അതിലൊരു കുറച്ചിലില്ല. ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്ത് ആ ഒരു
കേരളത്തിൽ ഉദാഹരണം പറഞ്ഞാൽ റബ്ബർ കൃഷി കൊണ്ടുവന്നത് ക്രിസ്ത്യൻസാണ്. അതിന് മുമ്പ് റബ്ബറില്ലായിരുന്നു. അപ്പം വലിയ എസ്റ്റേറ്റുകളൊക്കെ പിന്നെ ക്രിസ്ത്യാനികൾ മലകളിൽ പോയിട്ട് പിടിച്ച് സ്ഥലങ്ങളിൽ പിടിച്ചെടുത്ത് അവർ കൃഷി ചെയ്ത് വലിയ സമ്പന്നരായി മാറുന്നത് കണ്ടിട്ടാണ് നമുക്കും വേണമല്ലോ റബ്ബർ എന്ന് പിന്നെ വളരെ താമസിച്ച് തുടങ്ങി. ഇവർക്കൊക്കെ തുടങ്ങി വന്നതോടുകൂടി എന്താണ് ഉണ്ടായത്? റബ്ബറിന് ഇപ്പോൾ വിലയില്ല. ഇപ്പോൾ ഇതിൽ ഒരു ബിഷപ്പ് പറഞ്ഞ അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് 300 രൂപ ആക്കി തന്നാൽ നിങ്ങൾക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അത് വളരെ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട്. ഏത് കൃഷി കൊണ്ടാണോ കേരളം ജീവിക്കുന്നത് ആ കൃഷി ഉൽപ്പന്നം വിൽക്കാൻ, അതിന് വില കൊടുക്കാൻ താല്പര്യമില്ല ഭരണകൂടങ്ങൾക്ക്. ഇത് നിരന്തരമായിട്ടുള്ളതാണ്. നമുക്കുള്ള കുരുമുളക്, പിന്നെ റബ്ബർ, ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇതിനൊക്കെ ഇന്ന് വിലയിടിയും. അതിന് പകരം നമ്മൾ പിന്നെ വിയറ്റ്നാം, നമുക്ക് അത്യാവശ്യം വിയറ്റ്നാം നന്നായി വരണമെന്നാണല്ലോ. അതുകൊണ്ട് വിയറ്റ്നാമിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ പിന്നെ റബ്ബർ വിടുന്ന തായ്ലൻഡിൽ നിന്നും അതിനപ്പുറം ഫിലിപ്പൈൻസ് പിന്നെ മെയിനായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചുങ്കമില്ലാതെ കൊണ്ട് ഇറക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ഇവിടെ ഉൽപ്പന്നമാകുന്ന സംഗതികൾക്ക് വില കൊടുക്കുന്നത് വേണ്ടിയിട്ടാണ്. അതിന് ബോംബെയിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വ്യവസായികൾ ഒക്കെ അതിനകത്ത് കൂട്ടാളികളാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് റബ്ബർ ഉപയോഗിക്കാവുന്ന വേറൊരു ഇവിടെ തന്നെ ഉപയോഗിച്ച് വില നിലനിർത്താവുന്ന ഒരു വശമുണ്ട്. കാര്യം ചെയ്യുന്നില്ല. നമ്മുടെ റോഡുകൾ റിപ്പയർ ചെയ്യുമ്പോൾ ഈ റബ്ബറും കൂടെ ചേർത്ത് റോഡ് ചെയ്തു കഴിഞ്ഞാൽ റോഡുകൾ നിലനിൽക്കും. അതേസമയം ഈ ഉൽപ്പാദകർക്ക് അതിനുള്ള വില കൊടുക്കും. അത് ചെയ്യുന്നില്ല. അതുപോലെ കുരുമുളക്, ഒരു ഗുണവുമില്ലാത്ത കുരുമുളക്, നമ്മുടെ കുരുമുളക് നല്ല വിലയുള്ളപ്പോൾ അത് വിയറ്റ്നാമിൽ നിന്ന് വരുത്തുക. ഇങ്ങനെ എണ്ണപ്പന, നമ്മൾ എണ്ണപ്പന വെട്ടിക്കളഞ്ഞു. പക്ഷേ എണ്ണപ്പനയുടെ ഉൽപ്പന്നങ്ങളിലൂടെ വെളിയിൽ നിന്ന് ഫിലിപ്പൈൻസ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും ഇമ്പോർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്തു വരുന്നത്. അങ്ങനെ നമ്മൾ ഉത്സാഹത്തോടുകൂടി പിന്നെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കഥയുണ്ട്. കൊക്കോ കൃഷി, ഇടയ്ക്കൊരു കാലത്ത് കൊക്കോ കൃഷി ചെയ്യണം, ഭയങ്കര ആദായമാണ്. അത് മുഴുവൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ മുഴുവൻ ഉള്ള മരവും കെട്ടി കളഞ്ഞിട്ട് കൊക്കോ കൃഷി. കൊക്കോ കാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതിന് വില ആവശ്യക്കാരിലാണ്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അധ്വാനശീലമുള്ള ഒരു സമൂഹത്തെ അവരെ ജീവിക്കാൻ നിവൃത്തികളിലേക്ക് തള്ളുന്നതാണ്. ഒരു ചെറിയ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ വൃക്ഷങ്ങളുടെ വൈവിധ്യം അത് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. റബ്ബർ ബോർഡ് വന്നിട്ട് അവർ സബ്സിഡി കൊടുത്ത് എല്ലാ മരങ്ങളും വെട്ടിയാൽ മാത്രമേ സബ്സിഡി കൊടുക്കുകയുള്ളൂ. അപ്പോൾ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നടാം, അതിനുള്ള സഹായങ്ങളൊക്കെ എല്ലാ മരങ്ങളും വെട്ടിക്കളഞ്ഞു. നാട്ടിലുള്ള നാടൻ മാവ് മുഴുവൻ, നേരത്തെ മാവിനെ പറ്റി പറഞ്ഞു, എല്ലാ നാടൻ മാവും മുറിച്ചു കളഞ്ഞു, എല്ലാ പറങ്കിയാവും മുറിച്ചു കളഞ്ഞു. ഇത് തിരുവിതാംകൂർ ഭാഗത്ത് ഒറ്റ വൃക്ഷമേ ഉള്ളൂ ഇപ്പോഴും, അത് റബ്ബറാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സസ്യശ്യാമള കോമള കേരളം എന്നൊക്കെ തോന്നി. ഈ സസ്യം ഒരു ഉപയോഗമില്ലാത്ത, ഈ വെട്ടുകാരന് പോലും അതിന് കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കണ്ടീഷനിലാണ് റബ്ബറിൻ്റെ കൃഷിക്കാർ കഴിയുന്നത്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടും നമുക്കെതിരാണ് ഏത് ഭരണകൂടം ഡൽഹിയിൽ വന്നാലും. കോൺഗ്രസ്സുകാർ ഭരിച്ചാലും BJPക്കാർ ഭരിച്ചാലും ഒരുപോലെ നമ്മൾ തിരസ്കൃതരാവുന്നവരാണ്. ആന്റോ പോകുന്നതിന് മുമ്പ് പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യമില്ല. ഇവരൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നാടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു പ്രത്യേകതയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു നാട്ടിലെ എല്ലാ വ്യക്തികളെയും പറ്റി അറിയുന്ന അവരെ ഓരോ വീട്ടിലെ ഓരോ വ്യക്തിയെ പറ്റി, അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി, അവർ ജീവിക്കുന്ന രീതിയെ പറ്റി എല്ലാം അറിയുന്ന നാട്ടിലെ പ്രീസ്റ്റ്, കൺട്രി പ്രീസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇടവക അച്ഛനെന്നോ പറയുന്ന ആ വൈദികനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്നതാണ് അവർക്ക് കിട്ടുന്ന ആ പരിരക്ഷ. ഇത് വലിയൊരു സംഗതിയാണ്. അത് ഒരു സാമൂഹ്യ ബോധവും മൊത്തം പരസ്പരം സഹായിക്കാനും അത് പറഞ്ഞാലും എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മളെല്ലാം പറയുന്ന കമ്പാഷൻ എന്നൊക്കെ പറയും. ഈ കാരുണ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കൃത്യമായിട്ട് നിലനിൽക്കുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലാണ്. മനുഷ്യരുടെ സ്നേഹം, കാരുണ്യം, ഇത് വളരെ കൃത്യമാണ്. എനിക്കറിയാം, വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം നാട്ടിലേക്ക് കൃത്യമായിട്ട് പണം അയച്ചു കൊടുക്കുന്നതാണ്, ഒരു അനാഥാലയങ്ങളിലേക്ക്.
ഓരോ സ്കൂളുകളിലേക്ക് അവരെ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക. ഇത് മറ്റു ജാതിക്കാരിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപൂർവമാണ്, അങ്ങനെ വലിയൊരു ഉണ്ടെങ്കിൽ തന്നെ അപൂർവമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചേരുന്ന ഈ കുടുംബയോഗം ഇത് 100-ലധികം കൊല്ലമായിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ഈ വരുന്ന വഴിക്ക് ചിത്രമെഴുത്ത് വർഗീസ് എഴുതിയ പുസ്തകം ഞാൻ വായിക്കുകയായിരുന്നു. ഈ ഞങ്ങളുടെ വല്യമ്മച്ചി എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ പറയുന്നുണ്ട് നെല്ലിമൂട്ടിലെ മാർത്താണ്ഡവർമ്മ 14 വയസ്സുകാരനായിരുന്നപ്പം ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയൊക്കെ 1-2 സഹായികളുമായിട്ട് യാത്ര ചെയ്ത കഥയും അവിടെ 2 വീടുകളിൽ വന്നു. ഒരു വീട്ടിൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ദയാദാക്ഷിണ്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ അടുത്തൊരു വീട്ടിൽ 2 ക്രിസ്ത്യാനികളുടെ വീടുകളാണ്. അങ്ങനെ പോയ വീടായിരുന്നു നെല്ലിമൂട്ടിൽ. അവിടുത്തെ അമ്മ വളരെ കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവരെ സൽക്കരിച്ചു. അവർക്ക് സൗകര്യങ്ങളെല്ലാം കൊടുത്തു, ആഹാരം കൊടുത്തു. അവരുടെ പെരുമാറ്റം തന്നെ വളരെ കുലീനമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു വളരെ നാടകീയമായിട്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് പറയുന്നത് എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പടം തന്നെ വന്നു. എന്തിനാണ് അദ്ദേഹം രാജാവായ സമയത്ത് ഇവരെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട്. അപ്പം വീട്ടിലേക്ക് ഈ പടയും ഒക്കെ ആളുകളും അധികാരികളൊക്കെ വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ വിചാരിച്ച് എന്തോ കുഴപ്പം കാണിച്ചിട്ട് വീട്ടുകാർ എന്തോ കുഴപ്പം കാണിച്ചിട്ട് ഇപ്പം ആകെ നാശമാകും എന്ന് പറഞ്ഞ് ഭയപ്പാടും നിലവിളിയൊക്കെയാണ് വീട്ടിൽ. അപ്പോൾ അവർ പറയും പുണ്യ തിരുമേനി പറഞ്ഞയച്ചിട്ട് കൊടുക്കുകയാണ് പല്ലൊക്കെ കൊടുത്തിരിക്കുക. ഈ അമ്മയെ കൊണ്ടുപോകുമ്പോൾ വായിക്കുമ്പോൾ കണ്ണ് നിറയും. അവസാനം അവിടെ ചെല്ലുമ്പോൾ പരമാധികാര സമിതിയുടെ മുമ്പിൽ ആ സദസ്സിൻ്റെ മുമ്പിൽ ഈ അമ്മയും കൂടെ പോയ ഭർത്താവിൻ്റെ സഹോദരനായിട്ട് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്നത് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ വിളിച്ച് അവർക്ക് കരവഴിവായിട്ട് സ്ഥലങ്ങളും അതും കൊടുക്കുകയാണ്. ഇതൊരു വലിയ സംഭവമാണ്. മാർത്താണ്ഡവർമ്മയെ പറ്റി നമ്മൾ ചരിത്രത്തിൽ വായിച്ചിരിക്കുന്നത് വളരെ ക്രൂരനായിരുന്നു. പക്ഷെ അത്രയും ക്രൗര്യം വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഈ രാജാവാകുന്നത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ ശത്രുക്കളിൽ നിന്ന് നിരന്തരമായിട്ട് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് തിരുവാങ്കൂർ ഒരു ശരിയായ ഉദാഹരണമാണ്. കാരണം ഇതുപോലെ തന്നെയായിരുന്നു ഈ കരപ്രമാണിമാർ, നാട്ടുപ്രമാണിമാർ, ഇതിൻ്റെ 8 വീട്ടിൽ പിള്ളവരെന്നൊക്കെ പറയുന്ന നാട്ടുപ്രമുഖന്മാർ ശരിക്കും സഹകരിച്ചില്ലെങ്കിൽ ഒരു രാജാവിന് ഭരിക്കാൻ സാധിക്കില്ല. ഒരു രാജാവിൻ്റെ അനന്തരവർക്ക് മാത്രമേ രാജാധികാരമുള്ളൂ. അതുകൊണ്ട് നേരത്തെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ മക്കളാണ് പക്വം തമ്പിയും രാമൻ തമ്പി എന്ന് പറയുന്നത്. അവരും ശത്രുക്കളുടെ കൂടെയാണ്. അവർക്കും ഇദ്ദേഹത്തിനെ വകവരുത്താനായിട്ട് ആളുകളായിട്ട് നടക്കുന്നത്. അങ്ങനെ ഒളിച്ചുകൊണ്ട് നടക്കുന്ന കാലത്താണ് ഇവിടെ വന്ന് വിശന്ന് അവശരായിട്ട് വന്ന ഇവർക്ക് ഈ അമ്മ അവർക്ക് സ്വാഗതം കൊടുത്തു, അവർക്ക് ഉറങ്ങാൻ സ്ഥലം കൊടുത്തു, അവർക്ക് ആഹാരം കൊടുത്തു, നല്ല രീതിയിൽ അവരോട് പെരുമാറി എന്നുള്ള ഒറ്റ കാരണം. അതിൻ്റെ പേരിലാണ് ഒരു ടെസ്റ്റ് കൂടി ഇട്ടു രാജാവ് കടയ്ക്കകത്ത് പറയുന്നു. അവിടെ നിന്ന് ഒരാളുടെ ഈ രണ്ട് വീടുകളിലേക്ക് അവരെ ആദ്യം തിരിച്ച് പറഞ്ഞയച്ച വീടുകളിലേക്കും ഈ വീട്ടിലേക്കും നെല്ലിമുട്ടിലേക്കും ഒരു വൃദ്ധൻ വന്നു. രാത്രിയിൽ ഒന്ന് കിടക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞ് കിടക്കുന്നു. അപ്പം ഈ വീട്ടിൽ വന്ന് നെല്ലിമുട്ടി വന്നപ്പോൾ കാര്യമായിട്ട് അവരെ സ്വീകരിച്ചു. വൃദ്ധൻ അവർക്ക് ആഹാരം കൊടുത്ത് പരിചരിച്ച് കിടത്തി ഉറക്കി. രാവിലെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പായ എടുത്ത് മാറ്റി നോക്കുമ്പോൾ അവിടെ ഒരു സഞ്ചി, ആ സഞ്ചി നിറച്ച് സ്വർണ്ണപ്പണമാണ്. ഒരു അദ്ദേഹം മറന്നിട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആളിനെ അയക്കുകയാണ്. ഇവിടെ നിന്ന് ഇദ്ദേഹം ത്രാന്നിരുന്നോ പോന്നിരുന്നിട്ടാണെന്ന് പറഞ്ഞിരുന്നത് കള്ളമാണ് പറഞ്ഞത്. കാരണം രാജാവ് അയച്ച ഒരു ദൂതനാണ്. കിട്ടുന്നില്ല. അവസാനം ഇരിക്കുമ്പോഴാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഇവരെ പല്ലക്കിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്. അവരെല്ലാം നിശ്ചയിച്ചു എന്തോ കുഴപ്പം ചെയ്താണ് ഈ വൃദ്ധൻ്റെ കയ്യിൽ നിന്നവർ ഈ പണം തിരിച്ചെടുത്തതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മയെ കൊണ്ടുപോകുന്നത്, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്തില്ല ചെല്ലുമ്പോൾ രാജകീയമായ സ്വീകരണമാണ് അവർക്ക് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമാണ് കരവഴിവായിട്ട് വസ്തുക്കളെല്ലാം വരുന്നത്. മറ്റ് ആദ്യം ഇവരെ വളരെ അധിക്ഷേപിച്ചയച്ച വീട്ടുകാരെ അവരെ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും അവരുടെ ആനയും അങ്ങനെയുള്ള മൃഗങ്ങളും അതിനെല്ലാം അമ്പലങ്ങളിലേക്ക് അവിടെ ഇവിടേക്കായിട്ട് നിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. അത് ഈ രണ്ടും ഉണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക്. അങ്ങനെയൊക്കെ കൂടെ അദ്ദേഹത്തിനോട് ഒപ്പം നിന്നവരെ സംരക്ഷിക്കുകയും എതിരാളിയിൽ നിന്ന് സംശയം തോന്നുന്നവരെല്ലാം പൂർണ്ണമായിട്ടും വകവരുത്തുകയും ചെയ്തു. അന്ന്
പഠിക്കാനുണ്ട്. അദ്ദേഹം ഈ കടപ്പുറത്തുള്ള ഈ അന്ന് പറയുന്നത് ഈ എതിരാളികളുടെ ഭാര്യമാരെ, പെണ്ണുങ്ങളെ, സ്ത്രീകളെയൊക്കെ മറവപ്പടയ്ക്ക് കൈമാറിയതാണ് പറയുന്നത്. അവരെ തിരുവിതാംകൂറുകാരെ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് ഓരോ കാലങ്ങളിലായിട്ട് കൂടെ ഈ ആലുവ വഴി പാത വഴി തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചിരുന്ന മറവപ്പടയാണ്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു പടയാണ്. അവർ വന്നിട്ട് എല്ലാം ഉള്ളതെല്ലാം കൊള്ളയടിച്ച് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം വകവരുത്തിയ ഒരാളായിരുന്നു മാർത്താണ്ഡവർമ്മ. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ ശത്രു സംഹാരം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം വളരെ ക്രൂരനായ ഒരു ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, അതിൻ്റെ നിർമ്മാതാവ് ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ. ഇതിന് ഈ രണ്ട് വശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാമയ്യൻ്റെ കൂട്ടുള്ള ഒരു തന്ത്രശാലിയായിട്ടുള്ള ഒരു ജനവ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുന്നത്. പിന്നെ രാജാ കേശവദാസൻ, ഇവരൊക്കെ അതിൽ നിന്ന് പിന്നീട് ഇക്കാലത്ത് ഉയർന്നു വരുന്ന ആളുകളാണ്. തിരുവിതാംകൂറിനെ 150-200 വർഷം മുമ്പ് ഒരു ഇംഗ്ലീഷുകാരൻ രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഈ രാജ്യം മുഴുവനും പോയിട്ട് ആകെ ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ്, നാട്ടുരാജ്യമാണ് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി നടത്തിക്കൊണ്ട് പോരുന്ന ഒരേ ഒരു രാജ്യം തിരുവിതാംകൂറാണെന്ന് പറയുന്നത്. അപ്പോഴും സത്യമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ബീഹാറിൽ കൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരും കൊള്ളക്കാരും വൃത്തികെട്ടവന്മാരുമായിട്ടുള്ള ഒരു സമൂഹമാണ് എന്നാണ് കഴിയുന്നത് ബീഹാറിനെ പറയുന്നത്. ഇപ്പോഴും അതൊരു വ്യത്യാസമുണ്ട്. ബീഹാർ ഇനിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭേദപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇലക്ഷനുകൾ നടക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും ബീഹാറിൻ്റെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം മാറിയിട്ടില്ല. അത് ഈ മനുഷ്യൻ 150-200 കൊല്ലത്തോളം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ പറയുന്നതാണ്. അപ്പോൾ അന്ന് ഫോട്ടോഗ്രാഫി ഇല്ല. അതുകൊണ്ട് അതാ സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ ഫോട്ടോഗ്രാഫ് പോലെ തന്നെ വരയ്ക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫ് കണ്ടതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ വരയ്ക്കുന്ന ആളുകളെയും കൊണ്ടാണ് ഇവരൊക്കെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്ത് ശ്രീമൂലം തിരുനാളാണോ എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു മഹാരാജാവിനെ മുടി വെട്ടുന്നതിൻ്റെ ഒരു പടമാണ് തിരുവനന്തപുരത്ത്. അവിടുത്തെ തിരുവനന്തപുരത്തെ പുത്തൻചന്ത എന്ന് പറയുന്ന ആ സ്ഥലം, അത് രണ്ട് വശം വളരെ ഒരു വൈക്കോല് കൊണ്ട് മേഞ്ഞ കുറേ കടകളാണ്. അതാണ് ആ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. എത്രമാത്രം മാറിയിരിക്കുന്നു നമ്മുടെ ജീവിതം, എത്രമാത്രം മാറിയിരിക്കുന്നു, എത്രമാത്രം നമ്മുടെ വേഷം, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഇത് എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണ്. എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇന്നും കേരളമാണ് ഇന്ത്യക്ക് മാതൃക. ഈ മതങ്ങൾ തമ്മിലുള്ള, ഞങ്ങളൊക്കെ വളർന്നത് 2 മതങ്ങളെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ വളരെപ്പോഴും. ഒന്ന് ക്രിസ്ത്യാനിറ്റി, ഒന്ന് ഹിന്ദു. അതിനപ്പുറമായിട്ട് വേറൊരു മതത്തെപ്പറ്റി നമുക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് മണക്കാരാണ്. അവിടെ ഹിന്ദുക്കളല്ലാതെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളാണ്. അടൂർ എന്ന് പറയുന്നത് അവിടുത്തെ ബിസിനസ്സുകാർ എല്ലാ രീതിയിലും അടൂർ ടൗൺ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ക്രിസ്ത്യാനികളാണ്. അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ, മതവിശ്വാസങ്ങളുടെ വ്യത്യാസമാണെങ്കിൽ പോലും മനുഷ്യർ തമ്മിലുള്ള പെരുമാറ്റത്തിലോ സ്നേഹബന്ധങ്ങളിലോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പോയിരുന്ന ഒരു നാടാണ് അടൂർ. അടൂരിലേക്ക് പറഞ്ഞാൽ ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് 100-150-200 വർഷങ്ങളായിട്ട് ഇപ്പോഴും അത് തന്നെ തുടർന്ന് പോരുന്നു എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. കൂടുതൽ എന്ത് പറയാനാണ്. നിങ്ങളെല്ലാം സ്നേഹത്തിലും നിലനിന്ന ആദരവിനുമൊക്കെ ഞാൻ നന്ദി പറയുന്നു. അടൂർക്കാരനായതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പാണ് അടൂരെ പഞ്ചായത്ത് പ്രസിഡൻ്റോ അന്ന് സൗദി അതെല്ലാം കൂടെ അടൂർ ടോളിനടുത്ത് ഒരു സ്കൂളിലാണ് എനിക്കൊരു സ്വീകരണം അതില്ല. ഏതോ ഒരു അവാർഡ് കിട്ടിയ എനിക്ക് സ്വീകരണം, എനിക്കൊരു പത്മശ്രീയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണോ അതുപോലെ ആരോ പ്രസംഗിച്ചു.
അടൂർ വാരിസ് എന്ന് പറയുന്നത് അടൂരിന് വേണ്ടി എന്തോന്ന് ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ കളയ്ക്കാനോ വെട്ടാനോ ഒക്കെ ഉള്ളവർ പറഞ്ഞാൽ മതി വരാമെന്നത്. അല്ല പിന്നെ എന്ത് പറയാൻ, ഞങ്ങൾക്കുള്ള മറുപടി അതാണ്. അപ്പം കൊല്ലത്തെ പിന്നെ രവീന്ദ്രനാഥൻ നായരുണ്ടായിരുന്നു പ്രൊഡ്യൂസർ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൂടുതൽ എന്താ ചെയ്യേണ്ടത്, അടൂർ എന്നുള്ള പേര് കൊണ്ടുനടക്കുന്നില്ലേ. എന്നെ പലരും വിളിക്കുന്നത് അടൂരെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു അതിലൊരു ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മീശയാൽ ശോഭിതയെ മോന്തയാൽ മീശയും തഥ എന്ന് പറഞ്ഞ പോലെ പോലെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സാഹോദര്യവും സൗഹൃദവും തുടർന്ന് എത്രയോ തലമുറകളിലേക്ക് പകർന്നു പോകട്ടെ, ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്തയിലിരിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി ശ്രീ